എല്ലാ പ്രിയപ്പെട്ടവർക്കും എളിയവൻ്റെ ഒരു സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ഡേറ്റ് 28 കണ്ണൂർ ദന്തൽ കോളേജിൽ പഠനത്തിനായി കടന്നുപോയ തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജ് ദാരുണമായ നിലകളിൽ കൊല്ലപ്പെടുവാൻ ഇടയായി തീർന്നു. മാതാപിതാക്കൾ വളരെയധികം ഖേദപൂർവം ആയിരിക്കുന്നു. കേരളക്കരയാകെ കണ്ണുനീരിനെ ആഴ്ത്തിക്കൊണ്ട് ഈ യുവാവിൻ്റെ മരണം വളരെയധികം ഖേദം പ്രകടിപ്പിച്ചുകൊള്ളുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഹർത്താൽ തീരുമാനിച്ച് വിവിധ സംഘടനകൾ നടത്തിവരുന്ന ഈ ഹർത്താൽ പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വ്യാപാരികളും വ്യവസായികളും കടകളും സ്ഥാപനങ്ങളും ഒക്കെ അടച്ച് സഹകരിച്ച് നമ്മുടെ ഭവനത്തിലാണ് ഇങ്ങനെയൊരു കുഞ്ഞിന് ദാരുണമാകുന്ന ഒരു അന്ത്യമുണ്ടായാൽ ആ അന്ത്യം നമ്മുടെ എല്ലാം ഖേദത്തിനും സങ്കടത്തിനും കാരണമായി തീരുമെന്നുള്ള ചിന്ത എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അതുല്യ കലാകാരൻ ശ്രീ ദാസേട്ടൻ യേശുദാസ് അവർ ആദ്യമായിട്ട് ജീവിതത്തിൽ ആലപിച്ച ഒരു ഗാനം ഓർത്തു പോകുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ പാട്ട് കേരളത്തിൻ്റെ ഒരു ദേശീയ ഗാനത്തിന് തുല്യമായിരിക്കുന്ന ഒരു ഗാനം. കുറച്ച് ജാതിവറിയന്മാർ അധ്യാപകരാന്ന് പറഞ്ഞ് ഒരു സ്ഥാപനത്തിൽ കടന്നുകൂടി അതിനെ കളങ്കപ്പെടുത്തി കേരള സംസ്ഥാനത്തിലെ ബഹുജാതികൾ തമ്മിൽ കൈകോർത്ത് ജീവിച്ചിരുന്ന ഈ നാട് ഇന്ന് കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. താഴ്ന്ന വർഗത്തിൽപ്പെട്ട നിർദ്ധരം നിരാലംബരമാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ ചെയ്യുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു പറ്റം രാഷ്ട്രീയ പ്രമുഖന്മാർ ഇന്ന് കേരള രാഷ്ട്രീയത്തെ ഈ രീതിയിൽ ആക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കണം. എല്ലാവരും നിങ്ങളുടെ പ്രതിഷേധം അത് പ്രത്യക്ഷത്തിൽ തന്നെ കടന്നു വരട്ടെ. അതിനെല്ലാ വിജയ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.